ആ നാറി ഹരികൃഷ്ണൻ ഒപ്പിച്ച പണിയാണിത്. എന്റെ മോളെ ഞാൻ കോടതി ഹാജരാക്കണമെന്ന്. ഞാനിപ്പോ എന്നതാ ചെയ്യേണ്ടത്? അനുസരിക്കേ നിവൃത്തിയുള്ളൂ. സംഗതി ഹേബിയസ് കോർപ്പസാ. മാത്രവുമല്ല, തന്റെ മോളും ആ IPS കാരനും കൂടി നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം നടക്കാൻ പോകുന്നില്ല. അത് ഞാൻ കാണിച്ചു തരാം. എന്തോന്ന്? പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടവനെ കല്യാണം കഴിക്കാനുള്ള നിയമം ഈ നാട്ടിലുണ്ട്. അതിനൊക്കെ പുറമെ കോടതി വെച്ച് തന്റെ മോക്ക് ആ കോന്തം വക്കീലിനെ മതി എന്ന് പറഞ്ഞ എന്റെ മുത്തപ്പ. ഇനി വേറെ മകളെ അന്യായമായി തടങ്കലിൽ വെച്ചതിന് സമാധാനവും പറയേണ്ടി വരും. സഖാവ് തന്നെ പറ, ഞാൻ ഇനി എന്നാ ചെയ്യണം? ഹരികൃഷ്ണൻ വെറും പുഴുവാടോ. അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ആ കള്ളക്കഴുവറി ബാലചന്ദ്രനാ. അവനെ ഫിനിഷ് ചെയ്യണം. ഒരിക്കൽ പിഴച്ചതാ, ഇത്തവണ തീർത്തെടുക്കണം. നിക്ക് സഖാവേ, ആദ്യ കള്ളനാറി ഹരികൃഷ്ണൻ, പിന്നെ പ്രിയപ്പെട്ട രശ്മിക്ക് കോടതിയിൽ നമുക്ക് അനുകൂലമായ വിധി ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആദ്യം രജിസ്റ്റർ വിവാഹം, പിന്നെ പള്ളിക്കാവ് ക്ഷേത്രത്തിൽ വെച്ചൊരു താലികെട്ട്. ഇതൊക്കെയാണ് തൽക്കാലം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബാലേട്ടനും ശിവനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ട രീതിയിൽ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ദൈവം അനുഗ്രഹിച്ച് എല്ലാം മംഗളമായി വരും. ഹരി 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 വീണു.
ഉമ്മണി കഴിക്ക് സഖാവെ. വല്ലാത്തൊരു ടെൻഷൻ തന്നെ. എന്തായി ഷാജി, അകത്ത് കൊണ്ടുപിടിച്ച ചർച്ച നടക്കുക. മിക്കവാറും മജ്ലിസ് പാർട്ടി മന്ത്രിസഭ വിടുമെന്നാ തോന്നുന്നത്. ഈ അവസരത്തിൽ മജ്ലിസ് മന്ത്രിസഭ വിട്ടുപോകാന്ന് പറഞ്ഞാൽ എന്നോട് ചെയ്ത ചതിവാണ്. ചതി എന്ന് പറയരുത്. ഈ കാലം വരെ പൊളിച്ച പള്ളിന്റെ പ്രശ്നത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? ഇനി അവിടെ ഒരു പള്ളി ഉണ്ടാക്കാന്നാണ് കാര്യം. ഒരു നടക്ക് പോകില്ലെന്ന് നമുക്കറിയാം. ഇത് ഐസും കാറ്റൊക്കെ വെയിൻ്റെ അടിക്കും പോലെ കാറ്റാനൊക്കെ ലാടനടിക്കാന്ന് ഒരു മുഷക്കത്തുള്ള പണിയാണ്. ഇത് നമ്മൾ അണികൾക്ക് മനസ്സിലാവണ്ടേ? നിങ്ങൾ കാണുന്നല്ലേ ഈ ഹമാറുകൾ ആർക്കും പള്ളി ഉണ്ടാക്കി വരുന്നത്? പോരാത്തതിന് നമ്മൾ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ ഒക്കെ മുമ്പിലായാലും വേറി. ഇനി നമ്മൾ എന്താക്കും? മന്ത്രിയായ കിട്ടുന്ന സുഖം ഒരു ദിവസമെങ്കിലും അനുഭവിച്ചവനക്കറിയാം. നമ്മൾ ഈ കസാല വിട്ട് പോണതില് ബേജാറില്ലാന്ന് നിങ്ങൾ കരുതരുത്. വേറെ നിവൃത്തില്ലാഞ്ഞിട്ടാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളോടൊപ്പം പാറ പോലെ ഉറച്ചു നിന്നിരുന്ന മജ്ലിസ് എന്തിനും തയ്യാറായി തിരിച്ചു വരാമെന്ന് പറയുമ്പോ വേണ്ട എന്ന് പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നു. ഒരു വർഗീയ കക്ഷിക്കും ഇനി ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ സ്ഥാനമില്ല. പക്ഷെ ഇന്നത്തെ പ്രതിസന്ധിയിൽ മജ്ലിസ് നമ്മളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഒരു ഇലക്ഷനെ നേരിടാതെ തന്നെ അധികാരം നമ്മുടെ കയ്യിലെത്തും. അധികാരം അധികാരം തനിക്കപ്പോൾ ഈ ഒരൊറ്റ ചിന്തയുള്ളൂ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, മജ്ലിസിനെ കൂട്ടത്തിൽ ചേർക്കുന്ന പ്രശ്നമേ ഇല്ല. ഇടതുപക്ഷം സ്വീകരിക്കാത്ത സ്ഥിതിക്ക് മന്ത്രി കസേര കിട്ടാൻ മജ്ലിസ് പാർട്ടി നമ്മോടൊപ്പം ചേരും. എന്തു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാണ്. അവരിൽ തന്നെ ഒരു ഘടകം ഭിന്നിച്ചു വെക്കല്ലേ? അതാ ഞാൻ പറഞ്ഞത്, മജ്ലിസ് ഒന്നിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അവരുടെ പള്ളിക്കും മതത്തിനും ഒക്കെ എന്തെങ്കിലും സംഭവിക്കുക, അവിടെ അവരെ എല്ലാ എതിർപ്പുകളും മറന്ന് യോജിക്കും. അതിന് നമ്മൾ തന്നെ ഒരു വർഗീയ സംഘടന ഉണ്ടാക്കണം. ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അവരുടെ 2-3 പള്ളികൾ തകർക്കുക. RDX സാറിന്റെ ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാൻ അവർക്ക് അതല്ല വേറെ വഴിയില്ല. പ്ലാൻ അസലായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇവരുമായിട്ടുള്ള ഒരു ഏർപ്പാട് നമുക്ക് വേണ്ടെന്ന്. സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി മറ്റുള്ളവരെ ചതിക്കാനും കൊല്ലാനും വരെ മടിക്കാത്ത ശിവൻ, നീ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുത്. അപ്പൊ നിങ്ങൾ വരുത്തിയ RDX ഇവിടുത്തെ ജനങ്ങളെ ചുട്ടുകരിക്കാനായിരുന്നോ? ശിവൻ, നീ ഇങ്ങനെ ക്ഷോഭിക്കാതെ. അല്ലെങ്കിൽ തന്നെ ഇയാൾ ബഹളം വെക്കണം. ഞാൻ തന്നോടല്ല സംസാരിച്ചു. ശശി, ശിവൻ, ഞാൻ പറയുന്നേ മതി, ഇനി വയ്യ. ഇവിടുത്തെ കറുത്ത ശക്തികളെ നേരിടാനാണ് നിങ്ങൾ എന്നെ കൂട്ടിയത്. ആ ആള് തന്നെ ഇപ്പൊ കൂടുതൽ കറുത്തിരിക്കുന്നു. ഇനിയും കൂടെ നിന്നാ കാര്യം അറിയാതാണ് നീ സംസാരിക്കുന്നത്. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾക്ക് എങ്ങനെയും എതിരാളികളെ തോൽപ്പിക്കണം. നരബലി കൊടുത്തായാലും അധികാരം പിടിച്ചെടുക്കണം. അതിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. ഇടാനാ പറഞ്ഞു. No. Leave him. അല്ലാന്ന് നിങ്ങളെ തിരുമേനിക്ക് നിങ്ങൾക്കൊക്കെ മജ്ലിസ് എന്ന് പറഞ്ഞ ഹറാമല്ലേ? പിന്നെ നിങ്ങൾ എന്താണ് നമ്മളെ കാണാൻ വന്നതെന്നുള്ളതാണ് എനിക്ക് വൃത്തം കിട്ടാത്തത്. കോയക്കുട്ടി സാഹിബെ, വളച്ചുകെട്ടില്ലാതെ കാര്യം പറയുന്നതാ അതിന്റെ ഭംഗി. ഞാൻ പറഞ്ഞാൽ എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു വിഭാഗം വിമതർ ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ട്. മുഖ്യമന്ത്രി പദം എനിക്ക് തരാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ
ഞാൻ അവരെ കൂട്ടത്തോടെ പുറത്തേക്ക് അടിക്കാം. കൂടെ നിങ്ങളും വലതു വിമതരും മലയോര കർഷക സംഘവും ചേരുകയാണെങ്കിൽ നമുക്ക് ഭൂരിപക്ഷം ഉറപ്പാ. പറഞ്ഞു കേട്ട സ്ഥിതിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ആ പിന്നെ മുക്തനെങ്കിക്കനൊക്കെ നിങ്ങൾ നയിക്കുമ്പോൾ നമുക്ക് വേണ്ടാവുന്നു. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, മുമ്പ് നമ്മൾ നിങ്ങളെ കൂടെ കൂടിയപ്പം മജ്‌ലിസിന് 3-ൽ കൂടുതൽ മന്ത്രിസ്ഥാനം തരൂല എന്ന് പറഞ്ഞ് ഹലാക്കിന്റെ കൊടി പിടിച്ചപ്പോഴാണ് നമ്മൾ വല്ലന്മാരുടെ കൂടെ പോയത്. ദോഷം പറയണ്ട കേട്ടോ, ഓലി നമുക്ക് 4 തന്ന്. ആട്ടെ, നിങ്ങൾ മന്ത്രിസഭ ഉണ്ടാക്കിയ നമുക്ക് എത്ര തരും? എന്താ സാഹിബേ, അതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയല്ലേ ഇരിക്കുന്നത്. അത് ശരി, അൻപോടടുക്കുമ്പോഴേ മാങ്ങന്റെ പുളിപ്പറിയുള്ളൂ. ഇനിയിപ്പൊ പുളിപ്പൊന്നും നോക്കാൻ നിൽക്കണ്ട. നമ്മൾ സംസാരിച്ച കാര്യം അതീവ രഹസ്യമായിരിക്കണം. ആദ്യം വലതു വിമതരുടെയും മലയോര കർഷക സംഘത്തിന്റെയും തീരുമാനം അറിയട്ടെ. അതിനെന്താ ഇത്ര വലിയ സംശയം? കേരള മലയോര കർഷക സംഘം എമ്മിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഒരു മന്ത്രിസഭ ഉണ്ടാകില്ല. അങ്ങനെ പറഞ്ഞ പ്രതിപക്ഷത്തിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ജെ കഴിഞ്ഞിട്ടാ എം. അക്ഷരമാല പറഞ്ഞാൽ എമ്മിനും ജെക്ക് മുമ്പേ വരുന്നത് ബി അല്ലേ? എങ്കിൽ എനിക്കാണ് ആ സ്ഥാനത്തിന് അവകാശം. ഈ തർക്കം ഒഴിവാക്കാനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞാൻ ബാലേന്ദ്രന്റെ പേര് നിർദ്ദേശിച്ചത്. സ്ഥാനമേറ്റ 6 മാസത്തിനകം നിയമസഭയിലേക്ക് ജയിപ്പിച്ചാ പോരെ? ബാലേന്ദ്രന്റെ രാഷ്ട്രീയ പാരമ്പര്യം നിങ്ങൾക്കറിയാമല്ലോ. പുറമെ ഇപ്പൊ ആടി നിൽക്കുന്ന MLA-മാരെ വിലക്കെടുക്കാനും അദ്ദേഹത്തിന് കഴിയും. എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ആരെങ്കിലും കാല് മാറിയാൽ അവന്റെ ശരീരത്തിൽ പിന്നെ കാല് കാണുകയില്ല. ഇല്ല ബാലട്ട, ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യോ? ആരും പുറത്തു പോകാൻ പാടില്ല. എല്ലാരും ഇവിടെ തന്നെ ഉണ്ടാവണം, എന്തെങ്കിലും തീരുമാനമാവുന്ന വരെ. ഇതെന്തൊരു തലവേദന. കഴിഞ്ഞ മന്ത്രിസഭയില് ഞങ്ങൾക്ക് ആരോഗ്യവകുപ്പ് തന്നിട്ട് ഞങ്ങളുടെയും ഞങ്ങളുടെ പാർട്ടിയുടെയും ആരോഗ്യം ദിവാകരൻ ഇല്ലാതാക്കി. ഇത്തവണ അത് നടക്കില്ല. കാര്യമായ വകുപ്പ് കിട്ടിയേ പറ്റൂ. അതും 2 മന്ത്രിമാരെങ്കിലും മിനിമം വേണം. സവർണന് 2 മന്ത്രിമാരെ കൊടുക്കുമ്പോ ജനസംഖ്യയിൽ 30% കൂടുതൽ വരുന്ന ഞങ്ങളുടെ സമുദായത്തിന് അർഹിക്കുന്ന പ്രാതിനിധ്യം കിട്ടണം. ഗോമതിയമ്മ നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരല്ലേ? നമ്മുടെ മന്ത്രിസഭയിൽ അവർ ചേരാമെന്ന് സമ്മതിച്ചാൽ പരാതി തീരുമല്ലോ. എന്നെ ക്ഷണിക്കാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നു? വർഗീയ പാർട്ടികളെ അവസരവാദികളെയും വിലയ്ക്ക് വാങ്ങി താനുണ്ടാക്കിയ മന്ത്രിസഭയിൽ ഇരിക്കാൻ മാത്രം നാണം കെട്ടവളാണ് ഞാനെന്ന് കരുതിയോ? ഞാൻ ഇന്നും ഒരു കമ്മ്യൂണിസ്റ്റാണ്. ആ തത്വങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്നവളാണ്. അതുകൊണ്ടാ ഞാൻ ഇവിടെ വന്നത്. മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് കണ്ട അനുഗ്രഹം വാങ്ങാൻ. സഖാവ് രാഘവേട്ടന്റെ മകൻ ഈ നിലയിൽ അധപ്പതിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദുഃഖിക്കാനേ കഴിയൂ, അനുഗ്രഹിക്കാനാവില്ല. താങ്ക് യു മാഡം. മൂക്കും കുത്തി വീളയേൽക്കായി എല്ലാം പോയി. മലയോര കർഷകരും പലത് വിവിധന്മാര് ആ ഹംക്ക് ബാലേന്ദ്രൻ പണം കൊടുത്ത് വസൂലാക്കിയില്ലേ? ഇനി എന്ത് തന്നെ ചെയ്താലും ഓല് നമ്മളെ കൂടെ വരുമെന്ന് വിചാരിക്കണ്ട. ആ മാത്തച്ഛനുമായി ഒന്നുകൂടെ സംസാരിച്ച് നോക്കിയാലോ? എന്നിട്ട് എന്തോൽ തന്നെ ഓൻ കൊടുത്തതിന്റെ ഇരട്ടി പൈസ കൊടുക്കാൻ തയ്യാറുണ്ടോ? എന്നാ ഒരു കൈ നോക്കാം. ഇങ്ങളിങ്ങനെ ഒലക്ക മുണിയായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോളി. ഇങ്ങളെ വാലും പിടിച്ച് നടന്ന് ബാക്കിയുള്ളവർക്ക് ഉള്ളതും ഇല്ലാതായി. ആ കള്ള നായിന്റെ മോൻ ബാലേന്ദ്രൻ നാളെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യും, അത് ഉറപ്പാ. അതിനവൻ ഉണ്ടായിട്ട് വേണ്ടേ? Bastards, तुम सबको तो गोली से उड़ा देना चाहिए. कुछ दिनों के लिए मैं गल्फ गया था. इन लोगों ने सब कुछ उल्टा करके रखा है. गलती हो गया साहब, वो बालचंद्र हमको उल्लू बना दिया. अपने बोला बोलकर वो लोग हमसे RDS ले गया. Okay, okay. You have to immediately retrieve the RDX and finish them off. Both Balachandran and Shiva. हरामजादों, समझे?
बच गए साहब। बच गयो साला। किधर है बालचंदर? ചത്തിട്ടില്ല ഞാൻ. നിങ്ങളുടെ ഗുണ്ടകൾക്ക് അതിന് കഴിഞ്ഞില്ല. ശിവൻ, നിങ്ങൾ ഇത്ര ആത്മാർത്ഥതയില്ലാത്തവനാണ് ഞാൻ കരുതിയില്ല. എടാ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഇറങ്ങി പോണം മിസ്റ്റർ. എടാ, നിന്നോട് ഞാൻ അങ്ങനെ ചെയ്യുന്നു. പോടോ ശിവ. ഇത് കഷ്ടാണ് കേട്ടോ. കൂടെ നിന്നാളെ ഈ വിധം ആക്കിയിട്ട് പിന്നെ വന്ന് ഉപദ്രവിക്കുക. നമ്മുടെ പ്ലാനും പദ്ധതിയും എല്ലാം പൊളിയുമെന്നാണ് തോന്നുന്നത്. ലൂക്കോസും മജ്ലിസ് പാർട്ടിയും ചേർന്ന് വിമതന്മാരെ പലരെയും രഹസ്യമായി വിലക്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇടതുപക്ഷത്തുനിന്നൊരു ഘടകത്തെ കൂടി ഭിന്നിപ്പിച്ചെടുക്കാനാ അയാളുടെ പ്ലാൻ. പോരാത്തതിന് ലൂക്കോസിനെ സഹായിക്കാൻ ദുബായിൽ നിന്ന് ഖാലിദ് സേട്ടും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഓഹോ, അപ്പൊ ശിവനെ ആക്രമിച്ചത് ബോംബെ പാർട്ടി ആയിരിക്കും, ഖാലിദിന്റെ നിർദ്ദേശപ്രകാരം. നിങ്ങളും ലൂക്കോസുമായിട്ടുള്ള ബന്ധം എങ്ങനെ? അടുപ്പത്തിന് കുറവൊന്നുമില്ല. എങ്കിൽ ശശി അയാളെ വിളിക്കണം. എവിടേക്ക്? നിങ്ങൾ അയാളോടൊപ്പം ചേരാമെന്നും അതിന് രഹസ്യമായി ഒരിടത്ത് വെച്ച് സംസാരിക്കാമെന്നും പറയണം. ഇക്കാര്യം പുറത്തറിഞ്ഞാൽ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ലൂക്കോസിനെ തനിച്ച് വിളിക്കുക. അയാൾ വരും. സത്യം പറ, എന്റെ അച്ഛനെ കൊലപ്പെടുത്തിയതാരാ? താനല്ലേ? പറയണോ? ബാല, പാർട്ടിക്ക് വിദേശത്ത് കിട്ടിയ പണത്തിന്റെ കണക്കുകൾ ബാലന്റെ അച്ഛൻ ചോദിച്ചു. അതിൽ വിരോധം തോന്നി ചിലർ ചേർന്നാണ്. നിങ്ങളും ചേർന്നില്ലേ അക്കൂട്ടത്തിൽ? പാർട്ടിയെ വളർത്താൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചതിലും എത്രയോ ഇരട്ടി പണം പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ മുതലാളിത്ത രാഷ്ട്രങ്ങളിൽ നിന്ന് നിങ്ങൾ വാങ്ങിയിട്ടില്ലേ? ബാല, നീ എന്നെ തെറ്റിദ്ധരിച്ച് സംസാരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു. അത്തരം ബൂർഷ്വാ സാമ്രാജ്യത്വ ശക്തികളുടെ ഏജന്റായി പ്രവർത്തിക്കുകയായിരുന്നില്ലേ താൻ? നീ എന്റെ മേൽ കുറ്റം ചുമത്താൻ ശ്രമിക്കുകയാണ്. നീ പറയുന്നൊരു പുല്ലും ഞാൻ ചെയ്തിട്ടില്ലടാ. കളവ് പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ അറുത്ത് കളയും. എന്റെ അച്ഛനെ കൊലപ്പെടുത്തിയതിനും പിന്നെ എന്നോട് കാണിച്ച ക്രൂരതയ്ക്കും പുറമെ താൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയാമടാ കള്ള കഴിവറടാ മോനെ. ഒരു കാലത്ത് ആവേശത്തോടെ വളർന്നു വന്ന പാർട്ടിയിൽ നിന്നുകൊണ്ട് താൻ ആ പ്രസ്ഥാനത്തെ നശിപ്പിച്ചു. കള്ളക്കടത്തുകാരോടും അധോലോക നായകന്മാരോടും ചേർന്ന് പാർട്ടിയുടെ വീര്യം കെടുത്തി, അണികളെ തളർത്തി. അവസാനം എന്റെ കൂട്ടുകാരൻ ശിവനെ കൊല്ലാൻ ശ്രമിച്ചതും താൻ തന്നെയല്ലേ? പറയടാ പട്ടി, അല്ലേ? ഇനി ഇത് സഹിക്കാനാവില്ല. വർഗശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് വിപ്ലവത്തിന്റെ നിയമമല്ലേ? പാർട്ടി സെക്രട്ടറി ശ്രീ ലൂക്കോസ് കൊല്ലപ്പെട്ടു. തലസ്ഥാനത്ത് നിന്ന് രാവിലെ ഗാന്ധി പാർക്കിന് സമീപമാണ് മൃതദേഹം കാണപ്പെട്ടത്. പാർട്ടി സെക്രട്ടറി ലൂക്കോസിന്റെ ദാരുണമായ അന്ത്യം. വാങ്ങുവിൻ വായിക്കുവിൻ ഇടിമുഴക്കം. ചൂടുള്ള വാർത്ത. വാങ്ങുവിൻ വായിക്കുവിൻ ഇടിമുഴക്കം. പാർട്ടി സെക്രട്ടറി ലൂക്കോസിന്റെ ദാരുണമായ അന്ത്യം. ഈ കൊലപാതകത്തിന്റെ പേരിൽ സാർ എന്നെ ചോദ്യം ചെയ്യുന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. തനിക്ക് ലൂക്കോസിനോടുണ്ടായിരുന്ന ശത്രുത എനിക്കറിയാം. എങ്കിൽ എന്റെ അച്ഛന്റെ കൊലപാതകളെ നിങ്ങൾക്ക് അറിയാമായിരുന്നില്ലേ? അവരെ നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടോ? ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണ് ഞാൻ ജയിലിൽ പോയത്. യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് അറിയാമായിരുന്നിട്ടും നിങ്ങൾ അവരെ ചോദ്യം ചെയ്തോ? ശിക്ഷിച്ചോ? അവർക്കെതിരെ നടപടിയെടുക്കാൻ തെളിവുണ്ടായിരുന്നില്ല അല്ലേ? അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ലൂക്കോസിനെ കൊന്നത് ഞാനാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഒരൊറ്റ സാക്ഷിയെ പോലും നിങ്ങൾക്ക് കിട്ടില്ല. ഇനി സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് മുഖ്യമന്ത്രിക്കെതിരായിരിക്കും.
പ്രതിപക്ഷ നേതാവിനുള്ള വൈരാഗ്യം തീർക്കാൻ സഖാവ് ലൂക്കോസിനെ മുഖ്യമന്ത്രി ദിവാകരൻ കൊന്നു. ബാല, നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരു പോലീസ് ഓഫീസറും മുഖ്യമന്ത്രിയും എന്ന നിലയ്ക്ക് മാത്രമല്ലാത്തതുകൊണ്ട് ചോദിക്കുക, ഈ സന്ദർഭത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? സാറ് മുഖ്യമന്ത്രി പദം രാജിവെച്ച് മന്ത്രിസഭ പിരിച്ചുവിടണം. മാത്യു, കേട്ടില്ലേ ജനരോഷം? ഇത് തടയാനാവില്ല. അല്ലെങ്കിൽ തന്നെ നാളെ നിയമസഭ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് നാണം കെട്ട് ഇറങ്ങിപ്പോകുന്നില്ല. നല്ലത് രാജിവെക്കുക. കുറെ കാലം ആയില്ലേ സാറേ ഈ കസേരയും കെട്ടിപ്പിടിച്ചിരിക്കുന്നു. മടുത്തില്ലേ? കൂടെ ഉള്ളവർക്ക് നാട്ടുകാർക്ക് അങ്ങേ വേണ്ടെങ്കിൽ പിന്നെ എന്തിനായത് വലിച്ചെറിയണം സാർ. ആ അങ്ങനെ എന്നെ പുറത്താക്കിയിട്ട് ആരും ഇരിക്കാമെന്ന് കരുതണ്ട. നിയമസഭ തന്നെ ഞാൻ പിരിച്ചുവിടും. ഭൂരിപക്ഷമുള്ള ഒരു മുഖ്യമന്ത്രിക്ക് നിയമസഭ പിരിച്ചുവിടാൻ ഗവർണറോട് അപേക്ഷിക്കാൻ അധികാരമുള്ളൂ. അങ്ങേക്ക് നിയമം അറിയാലോ. മുഖ്യമന്ത്രി ശ്രീ ദിവാകരൻ രാജിവെച്ചു. പ്രതിപക്ഷ നേതാവ് ശ്രീ ലൂക്കോസിന്റെ ദുരൂഹമായ മരണത്തെ തുടർന്നുണ്ടായ പ്രത്യേക സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ശ്രീ ദിവാകരന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇന്ന് രാജിവെക്കാനുണ്ടായത്. ബാലൻ ഇപ്പൊ കളിക്കുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയ തന്ത്രം. ഇവിടെ മുഖ്യമന്ത്രിയാകാൻ ഒരേ ഒരു യോഗ്യനേ ഉള്ളൂ. ഒരു വെടിക്ക് 3 പക്ഷികൾ. ലൂക്കോസിനോടുള്ള തന്റെ പക തീർക്കൽ. സഖാവ് ലൂക്കോസിന്റെ ദുരൂഹമായ മരണത്തിന്റെ പേരിൽ മന്ത്രിസഭ താഴെ. നാളെ ജനങ്ങളുടെ മുമ്പിൽ ആദർശധീരനായ രാഷ്ട്രീയത്തിന്റെ ചാണക്യതന്ത്രങ്ങളുമായി ബാലചന്ദ്രൻ മുഖ്യൻ. കൊള്ളാം. പക്ഷെ ഒരു സംശയം, നാളെ മജ്ലിസ് പാർട്ടി നമ്മളോടൊപ്പം വന്നില്ലെങ്കിൽ? വരും. കോയക്കുട്ടി സാഹിബ് നാളെ വന്നിരിക്കും. ഇനി നമുക്ക് നിങ്ങളൊരു രക്ഷയുള്ളൂ. മന്ത്രിസ്ഥാനല്ലാതെ നമുക്ക് നാട്ടിൽ പൊറുക്കാനേ വയ്യ. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു അവകാശവാദവും ഇല്ല. എങ്ങനെങ്കിലും നിങ്ങൾ മന്ത്രിസഭയിൽ നമ്മളെയും കൂടി ഒന്ന് എടുക്കണം. നിങ്ങൾ തന്നെയാണ് നമ്മളെ മുഖ്യമന്ത്രി. ശ്രീ ബാലചന്ദ്രൻ നാളെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കേരള മലയോര കർഷക സംഘം, മജ്ലിസ് പാർട്ടി എന്നിവരടങ്ങുന്ന സംയുക്ത മുന്നണി ഗവർണറെ സന്ദർശിച്ച് തങ്ങളുടെ ഭൂരിപക്ഷം തെളിയിക്കുകയും ശ്രീ ബാലചന്ദ്രനെ തങ്ങളുടെ നേതാവായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. അന്തരിച്ച രാഷ്ട്രീയ നേതാവ് ശ്രീ അഴീക്കൽ രാഘവന്റെ മകനാണ് ശ്രീ ബാലചന്ദ്രൻ. ശ്രീദേവി, എനിക്ക് പോയേ പറ്റൂ. ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? ബാലചന്ദ്രനെ ഈ നിലയിൽ വളർത്തിയതിൽ എനിക്കുണ്ട് പങ്ക്. ആ തെറ്റ് എനിക്ക് തന്നെ തിരുത്തണം. നാളെയാണ് അയാളുടെ സത്യപ്രതിജ്ഞ. ഒരു മാഫിയ തലവൻ ഈ നാട് ഭരിക്കാൻ അനുവദിച്ചുകൂടാ. നിനക്കൊരു ജീവിതം തരണമെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ. ചിലപ്പോ A.R. Balachandran. A.R. Balachandran. Do here in the name of God. Do here. Solemnly affirm that. Solemnly affirm that. I will not directly or indirectly. I will not directly or indirectly. Communicate or reveal. Communicate or reveal. Any person or persons. Any matter. To any person or persons. Any matter. Which shall be brought.
which shall be brought under my consideration Excuse me. or shall become known to me Please, ഒന്ന് as a chief minister for the state of Kerala, as the chief minister for the state of Kerala, except as may be required for the due discharge of my duties of such a chief minister. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിപദമേൽക്കുവാൻ ശ്രീമാൻ വഴുത്തല ശശി. എനിക്കൊരു വാക്ക് പറയണം. ബഹുമാനപ്പെട്ട ഗവർണർ, ചീഫ് സെക്രട്ടറി, എന്നോടൊപ്പം മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീമാൻ വഴുത്തല ശശി, കോയക്കുട്ടി സാഹിബ്, മണിയൻ, ജോസൂട്ടി, പ്രിയമുള്ള നാട്ടുകാരെ, ഈ വിജയം എന്റെ പരമമായ ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യം നേടുന്നതിന് ഞാൻ സ്വീകരിച്ച മാർഗങ്ങൾ ഇഷ്ടപ്പെടാതെ എന്റെ എല്ലാമായ അമ്മ എന്നോട് പിണങ്ങിപ്പിരിഞ്ഞു. ഇന്നും പാർട്ടിയിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന എന്റെ അമ്മയ്ക്ക് മറ്റൊരു വിധത്തിൽ പ്രതികരിക്കാൻ കഴിയുമായിരുന്നില്ല. സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടുന്നതിനു വേണ്ടി ചില നേതാക്കൾ നടത്തുന്ന അഴിമതികളെ കുറിച്ച് അമ്മയെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല. പാർട്ടിയെയും. അതിനു മുമ്പേ അവരെന്നെ ജയിലിലടച്ചു. ഇരുമ്പഴിക്കുള്ളിൽ തനിച്ചു കഴിഞ്ഞ വേദനിക്കുന്ന ആ നാളുകൾ തിരിച്ചറിവിന്റേതായിരുന്നു. അണികളിൽ നിന്ന് ഒറ്റപ്പെട്ട എനിക്ക് ഇരുണ്ട വഴികളിലൂടെ ശക്തിയാർജിക്കേണ്ടി വന്നു. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരിക്കുന്നവർ പുറമേ ശത്രുത നടിക്കുമെങ്കിലും മറവിൽ ഒരുമിച്ച് ചേർന്ന് പൊതുമുതൽ കൊള്ളയടിക്കുന്നത് ഞാൻ കണ്ടു. കള്ളക്കടത്തിനും ആയുധ കച്ചവടത്തിനും മയക്കുമരുന്ന് വിൽപ്പനയ്ക്കും കൂട്ടുനിൽക്കുന്ന ഈ സാമൂഹ്യ വിരുദ്ധ ശക്തികളാണ് യഥാർത്ഥ ജനശത്രുക്കൾ. വിദേശ ഏജൻസികൾക്ക് ജന്മനാടിനെ ഒറ്റുകൊടുക്കുന്ന ചാരന്മാർ രാജ്യത്തെ ചുട്ടുകരിക്കാൻ, വർഗീയ സംഘടനകളിലൂടെ ഇവിടുത്തെ ക്രമസമാധാന നില അപകടപ്പെടുത്താൻ ശത്രു രാജ്യങ്ങളിൽ നിന്നും വരുത്തിയ ടൺ കണക്കിന് സ്ഫോടക വസ്തുക്കൾ RDX ഈ സംഘം നമ്മുടെ കടലോരത്തിറക്കി. മറ്റുള്ളവരുടെ കയ്യിൽ അകപ്പെട്ടു പോയാൽ ഉണ്ടാകാവുന്ന ദുരന്തം മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും ടൺ RDX നിങ്ങളുടെ മുഖ്യമന്ത്രിയായ ഞാൻ തന്നെ കൈവശപ്പെടുത്തി സൂക്ഷിക്കാനുണ്ടായത്. ഈ സത്യമറിയാതെ തെറ്റിദ്ധരിച്ച് എന്റെ ഒരേ ഒരു സുഹൃത്തും എന്നെ വിട്ടുപോയി. പക്ഷെ എന്നോട് കൂറ് കാണിക്കാൻ വേറെ നിരവധി സുഹൃത്തുക്കൾ ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ ഇന്ന് ഈ സ്ഥാനത്ത് നിൽക്കുന്നു. പാരമ്പര്യവും രാഷ്ട്രീയ പ്രബുദ്ധതയും ഏറെയുള്ള ഇവിടുത്തെ ദേശീയ കക്ഷികളെ പോലും പരാജയപ്പെടുത്തിയാണ് അവർ എനിക്ക് ഈ സ്ഥാനം നേടിത്തന്നത്. ഈ നാട് ഭരിക്കാൻ ലിക്കർ ലോബിയും ഷുഗർ ലോബിയും തിരഞ്ഞെടുത്ത സാമൂഹ്യ വിരുദ്ധന്മാരും കൽക്കരി മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ നിയന്ത്രിക്കുന്ന ഭരണകൂടവും മതിയോ എന്ന് ജനം തീരുമാനിക്കണം. സമരത്തിനും ഫ്യൂഡൽ പ്രഭുക്കൾക്കെതിരെ നടന്ന ഐതിഹാസികമായ സായുധ വിപ്ലവത്തിനും സർവോപരി സർവസമത്വത്തിനും പടയണി ചേർന്ന സംഘടന എവിടെ? നിങ്ങൾ ഉയർത്തിയ ചെങ്കൊടി എവിടെ? ആരാണ് നിങ്ങളെ തോൽപ്പിച്ചത്? സർവലോക തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന ഇടതുപക്ഷക്കാർ അധികാരത്തിനു വേണ്ടിയുള്ള തമ്മിൽ തല്ലും ജാതിപ്പോരും ഒഴിവാക്കി ഇനിയെങ്കിലും ഓർക്കുക. ഇല്ലെങ്കിൽ വരും തലമുറയുടെ സ്വപ്നങ്ങൾ തകർത്ത് വിശ്വാസം നശിപ്പിച്ച് ജനാധിപത്യ മൂല്യങ്ങളെ ചവിട്ടി അരച്ചു വരുന്ന അധികാരമോഹം മാത്രം കൈമുതലുള്ള ഒരു പറ്റം ജനശത്രുക്കൾ ഇവിടെ ജയിക്കും. എന്റെ ജയത്തിലൂടെ ആ സത്യം വെളിപ്പെടുന്നു. ഞങ്ങളുടെ പുതിയ മന്ത്രിസഭ വർഗീയവാദികളും കൂറുമാറ്റക്കാരും തിരുത്തൽവാദികളും ചേർന്നുണ്ടാക്കിയതാണ് എന്നുള്ളത് അസൂയാലുക്കളുടെ ദുഷ്പ്രചരണം മാത്രമാണ്.
സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കുന്ന ഈ വരുംകാല മന്ത്രിമാരെ കുറിച്ച് അത്തരം ആക്ഷേപങ്ങൾ പറഞ്ഞു വരുത്തുന്നത് ശരിയല്ല. കൂറുമാറ്റത്തെ കുറിച്ചാണെങ്കിൽ എന്നും അവരുടെ കൂറ് ഒരു പാർട്ടിയോടായിരുന്നില്ല, അവനവനോട് തന്നെയായിരുന്നു. ആ കൂറ് മാറിയിട്ടില്ല, ആർക്കും അത് മാറ്റാനും ആവില്ല. അതുപോലെ ജനാബ് കോയക്കുട്ടി സാഹിബ് ഒരു വർഗീയവാദിയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സാഹിബിന് ഒരു മതത്തെയോ വർഗത്തെയോ, എന്തിന് സ്വന്തം കുടുംബത്തെയോ പോലും പ്രതിനിധീകരിക്കാനാവില്ല. മന്ത്രി കസേര ഒഴിച്ച് മറ്റൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതായി എന്റെ അറിവിലില്ല. ശ്രീമാൻ വഴിത്തല ഈ സ്ഥാനലബ്ധിക്ക് വേണ്ടി ദേവാലയങ്ങൾ തകർത്ത് ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ വരെ തയ്യാറായ വ്യക്തിയാണ്. അദ്ദേഹം ആരെയാണ്, എന്തിൽ നിന്നാണ് തിരുത്താൻ പോകുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആദർശനിഷ്ഠയില്ലാതെ 20-25 ലക്ഷം രൂപ വരെ വിലപേശി കുതിരക്കച്ചവടം നടത്തി വന്ന ഊച്ചാളികളാണ് എനിക്ക് പിൻബലം തന്ന MLA-മാരിൽ ഭൂരിപക്ഷവും. ഇവർ ഈ നാട് ഭരിക്കണമോ എന്ന് ജനം തീരുമാനിക്കണം. ഞാൻ കറുത്ത വഴികളിലൂടെ സമ്പാദിച്ച പണമത്രയും മുടക്കിയാണ് ഈ MLA-മാരെ വിലക്കെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിയായ ഞാൻ സ്പിരിറ്റ് കുംഭകോണം കള്ളക്കടത്ത് മുതൽ കൊലപാതകം വരെ നടത്തിയ ഒരു കുറ്റവാളിയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ഇത്തരം ദേശദ്രോഹികൾക്കെതിരെ ഈ രാജ്യത്തെ ജനം പ്രതികരിക്കണം. നിശബ്ദരും അസംഘടിതരുമായ ഭൂരിപക്ഷം ആലസ്യം വിട്ടുണരണം. അവിടെ എന്റെ ദൗത്യം അവസാനിക്കുന്നു. ഒരാഴ്ച മാത്രം സ്ഥാനത്തിരുന്ന മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ഏതാനും മണിക്കൂറുകൾ മാത്രമായി ചുരുക്കി പുതിയ റെക്കോർഡ് ഉണ്ടാക്കാൻ എന്നെ അനുവദിക്കണമെന്നും അതിനുവേണ്ടി എന്റെ രാജി സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ എന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് പുഷ്പം വിടർന്ന മിഴികൾ തോറും നിറഞ്ഞ രുധിര സമരമുഖ സഖാ